കോതമംഗലത്തെ നിർദ്ദിഷ്ടാധുനിക പൊതുശ്മശാനം പദ്ധതിക്കെതിരെ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് സമിതി യോഗം. കോതമംഗലത്തെ പൊതുസമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് കോതമംഗലത്ത് പൊതു ശ്മശാനം വേണമെന്നുള്ളത്. കോതമംഗലം നഗരസഭാ പരിധിയിൽ പൊതുശ്മശാനം കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക നടപടികളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നിർമ്മാണം വേഗത്തിൽ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. അതിനാൽ പൊതുതാൽപര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അതിൽ നിന്നും പിന്മാറണമെന്നും നഗരസഭയിലെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാന നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്നും താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വേർപാടിൽ താലൂക്ക് സമിതി യോഗം അനുശോചനം രേഖപ്പെടുത്തി. കൊച്ചി തേനി ദേശീയപാതയിൽ കോതമംഗലം നഗരസഭ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ഓട ഉൾപ്പെടെ നിർമ്മിക്കുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതും രൂക്ഷമായതിനാൽ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിലവിൽ തമ്പടിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെ പ്രസ്തുത മേഖലകളിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കോതമംഗലം മണ്ഡലത്തിൽ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണം ബന്ധപ്പെട്ട ഡിഎഫ്ഒമാർ ഉറപ്പുവരുത്തണം. പെരിയാർ വാലി കനാലുകളുടെ ക്ലീനിംഗ് കാര്യക്ഷമവും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പെരിയാർ വാലി അധികൃതർ ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കോതമംഗലം താലൂക്കിലെ പട്ടയ നടപടികൾ യോഗം വിശദമായി ചർച്ച ചെയ്തു. പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ടു പോകുന്നതിനായി യോഗം വിലയിരുത്തി. ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശങ്ങൾ ഫലപ്രദമായും ഊർജിതമായും നടപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോട് MLA നിർദ്ദേശിച്ചു. കോതമംഗലം നഗരത്തിലെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭയിലെ പോക്കറ്റ് റോഡുകളിൽ ഒടിഞ്ഞുകിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മുനിസിപ്പൽ ചെയർമാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പുറമ്പോക്ക് ഭൂമി അളന്നു തിരിക്കുന്നതിനും ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ള അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും യോഗത്തിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വാരപ്പെട്ടി പഞ്ചായത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിൽപ്പെടുന്ന കനാലുകളും PWD റോഡിലെ കാനകളും ക്ലീനിംഗ് ചെയ്യുന്നതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുറ്റിലങ്ങി മേതല റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. കോട്ടപ്പടി കോളേജിന് സമീപം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും പഞ്ചായത്തിലെ വിവിധ കനാൽ ബണ്ട് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. വനമേഖലയോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിൽ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികൃതരിൽ നിന്ന് NOC ലഭിക്കുന്നതിനുള്ള തടസ്സം നീക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടോമി KK, തഹസിൽദാർ അനിൽകുമാർ M, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, വരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KA ജോയ്, PT ബെന്നി, AT പൗലോസ്, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.